ഇന്നത്തെ നമ്മുടെ മൂവി ഇമാൻസിപ്പേഷൻ. ഇത് ഒരു ആക്ഷൻ ത്രില്ലർ സോണർ റിലീസ് ചെയ്ത ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. ഏറെക്കുറെ പേർക്കും പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ച് നന്നായി അറിയായിരിക്കും അല്ലേ? കുറേ കാലഘട്ടം മുന്നേ കറുത്ത മനുഷ്യരെ അടിമകളാക്കി വെച്ചിരുന്നു. ക്രൂരമായ ജോലിഭാരത്തിലും കൂട്ടക്കൊലയ്ക്കും ഇടയാക്കി. ഈ സംഭവത്തിലെ ഒരു അടിമയുടെ സർവൈവൽ സ്റ്റോറിയാണ് ഈ മൂവിയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കഥയ്ക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ ടു ദ വീഡിയോ. മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ 1863 ജനുവരി 1 പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ അടിമകളായ ജനങ്ങളെ സ്വതന്ത്രരായി പ്രഖ്യാപിച്ചതായി കാണിച്ചു തുടങ്ങുന്നു. അപ്പോൾ ഒരു രാജാവിന് കീഴിൽ 35,000 മുകളിൽ അടിമകൾ ഉണ്ടായിരുന്നു. ഒരു ആർമി അടിമകളെ രക്ഷപ്പെടുത്താൻ പോരാടുന്നതായും കാണിക്കുകയാണ്. അതിൽ ഒരു അടിമയായിരുന്ന ഒരാളുടെ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് റിയലായും നടന്ന കഥയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ വെള്ളക്കാർ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്രാമത്തെ കാണിക്കുന്നു. അവിടെയുള്ള ജനങ്ങളെല്ലാം അവർക്ക് കീഴിൽ പണിയെടുക്കുകയാണ്. അതിനിടയിൽ കുറച്ച് അടിമകളെ ട്രക്കിൽ കയറ്റി വേറൊരിടത്തേക്ക് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നു. അതിനായി ഓരോ വീട് കയറി ഇറങ്ങി നടക്കുവാണ്. അപ്പോഴാണ് ഒരു വീടിനുള്ളിൽ പീറ്റർ എന്ന ഒരാളെ കാണിക്കുന്നത്. പീറ്റർ അവൻ്റെ പ്രെയർ കഴിഞ്ഞ് അവൻ്റെ ജോലിയിൽ ബിസിയായിട്ട് കുടുംബത്തോടെ ഇരിക്കുകയാണ്. പീറ്ററിൻ്റെ വൈഫിന് കാലിന് വേദനയായതിനാൽ കാലിൽ ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അവിടെ വന്ന വെള്ളക്കാര് "വാ, നിനക്ക് വേറെ ജോലിയുണ്ട്, വാ പോകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു. പീറ്റർ പറ്റില്ല, വരില്ലെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ അവർ ബലം പ്രയോഗിച്ച് അവനെ വലിച്ചിഴിച്ച് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യാണ്. പീറ്റർ അവരെ തിരിച്ചടിക്കുമ്പോൾ വെള്ളക്കാരിൽ ഒരാൾ വന്ന് ഗണ്ണെടുത്ത് പീറ്ററിൻ്റെ വൈഫിൻ്റെ തലയിൽ വെച്ച് പറയുന്നു, "നീയായിട്ട് വരുന്നോ അതോ നിൻ്റെ വൈഫിനെ കൊല്ലണോ എന്ന്." സോ വേറെ വഴിയില്ല, അവൻ പോയേ പറ്റൂ. പീറ്ററും അവർക്കൂടെ പോവാണ്. അവനെ വണ്ടിയിൽ കയറ്റി അടച്ചതിന് ശേഷം പീറ്ററിൻ്റെ കുടുംബം വിഷമിക്കുന്നു. കാരണം ഇനി പീറ്റർ തിരിച്ചു വരുമോ എന്നത് ഡൗട്ടാണ്. ഇങ്ങനെ പിടിച്ചുകൊണ്ടു പോകുന്നവരെ വെള്ളക്കാർ ക്രൂരമായി ഉപദ്രവിച്ച് കൊല്ലാറുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് വേറൊരിടത്തേക്ക് കാട് വഴി അടിമകളെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഏകദേശം 2 ആഴ്ചയായി കുതിരവണ്ടിയിൽ തന്നെ ട്രാവൽ ചെയ്ത് എത്തേണ്ടിടത്തേക്ക് എത്തിച്ചേരാണ്. ആ ഒരു കാലഘട്ടത്തിൽ റെയിൽവേ ഫേമസ് ആയിരുന്നു. അതിനായി റെയിൽവേ പാലം പണി ചെയ്യാനായിട്ടാണ് അടിമകളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. സോ അവിടെ വന്ന് ഇറങ്ങിയതും പീറ്ററും ചുറ്റിനും നോക്കുന്നു. അവിടെ മരണപ്പെട്ട അടിമകളുടെ ബോഡി പാർട്സും അലക്ഷ്യമായി വെച്ചിരിക്കുന്നത് ദയനീയമായി നോക്കുകയാണ്. അറ്റ്ലീസ്റ്റ് അടക്കം പോലും ചെയ്യാതെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ പീറ്ററും മറ്റ് അടിമകളും അവിടെ ഉണ്ടായിരുന്ന അടിമകളുടെ കൂടെ അടിമകളായി ചേരുന്നുണ്ട്. റെയിൽവേ പാലം റെഡിയാക്കുന്ന ജോലിയാണ്. അപ്പോൾ അവിടെ ഇരുന്ന വെള്ളക്കാരെല്ലാം അടിമകളെ മനുഷ്യനായി കാണുന്നതേയില്ല. ജോലി ചെയ്യുമ്പോഴും അടിക്കാണ്. ഇതെല്ലാം കണ്ട പീറ്റർ വേറെ നിവർത്തിയില്ല. സോ അവനും ജോലി ചെയ്യേണ്ടി വരുന്നു. പെട്ടെന്ന് പീറ്റർ തൂക്കിക്കൊണ്ടു വന്ന വലിയ പലക താഴെ വീണതും കൂടെ ഉണ്ടായിരുന്ന ആളെ വെള്ളക്കാരൻ ഭയങ്കരമായിട്ട് അടിക്കാണ്. ഇത് നോക്കി നിന്ന പീറ്ററിന്റെ തലയിൽ വേറൊരു വെള്ളക്കാരൻ ഗണ്ണ് വെച്ചതും അതുവഴി കുതിരയിൽ വന്ന ഇപ്പോൾ ആ ഏരിയ ഹാൻഡിൽ ചെയ്യുന്ന ലീഡർ പീറ്ററിനെ കൊല്ലണ്ടെന്ന് പറഞ്ഞ് തടുക്കുന്നു. ഇപ്പോൾ കുറച്ചു നേരം ജോലി ചെയ്തുകൊണ്ടിരിക്കെ കൂടെ ഉണ്ടായിരുന്നവൻ പറയാ, "ഇപ്പോൾ നിന്നെ കൊല്ലണ്ടെന്ന് പറഞ്ഞ ലീഡറില്ലേ, അവൻ വളരെ മോശപ്പെട്ടവനാണ്. അവൻ്റെ കണ്ണിൽ മാത്രം നീ പോയി പെടല്ലേ. അഥവാ അവൻ എന്തെങ്കിലും കണ്ടാൽ ചൂട് പൊള്ളിച്ച കമ്പി മുഖത്ത് വെച്ച് അടിമകളെ വേദനിപ്പിക്കാറുണ്ട്. സോ അതുകൊണ്ട് പറഞ്ഞതാ." ഇപ്പോൾ രാവിലെ മുഴുവൻ ജോലി ചെയ്ത് അവരെ കൊണ്ട് ശരിക്കും നടക്കാൻ പോലും പറ്റാത്ത വിധത്തിലായി. നൈറ്റ് വരെ കയ്യും കാലും കെട്ടിയിട്ട് ജയിലിൽ അടയ്ക്കും. അപ്പോൾ പീറ്റർ അവിടെയുള്ള അടിമകളോട് "നിങ്ങൾക്കൊന്നും ഫാമിലി ഇല്ലേ" എന്ന് ചോദിക്കുന്നു. അവരെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? അതിന് അവരും പറയാണ്, "അടുത്ത ദിവസം ജീവനോടെ ഇരിക്കോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. നമ്മൾ ഇവിടെ തന്നെ ജീവൻ അവസാനിപ്പിക്കേണ്ടി വരും." സോ അവരെക്കുറിച്ച് ഓർത്താലും വിഷമം മാത്രമാണ്. ഇത് കേട്ടതും പീറ്റർ പറയുന്നു, "എനിക്ക് വിശ്വാസമുണ്ട്, നമ്മൾ എല്ലാവരും സ്വതന്ത്രരാകും." അടുത്ത ദിവസം പീറ്റർ വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ തെറ്റിന് പോലും വലിയ ശിക്ഷ. ഇതിനിടയിൽ അവിടെ ചിലർ ഇങ്ങനെ പറയുന്നു, "അബ്രഹാം ലിങ്കൺ എല്ലാ അടിമകളെയും സ്വതന്ത്രരായി പ്രഖ്യാപിച്ചു. സോ നമ്മൾ ഈ അടിമകളെയൊക്കെ വെറുതെ വിടേണ്ടി വരുമോ എന്ന്." ഇതേ സമയം ഫുഡ് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിമയെ അടിച്ചു കൊല്ലാൻ പോയതും ഇത് കണ്ടുകൊണ്ടിരുന്ന പീറ്ററിനെ വിളിച്ച് അവനെ ഗൺ പോയിന്റ് ചെയ്യുന്നു. ബട്ട് ലീഡർ അവനെ കൊല്ലാൻ വിടാതെ പേടിപ്പിച്ച് നിർത്താനായിട്ട് കഴുത്തിൽ കയർ കെട്ടി ഫ്രണ്ടിൽ ഒരു ഡോഗിനെയും കെട്ടിയിട്ട് കുരയ്ക്കാൻ വിടുന്നു. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. അടിമകളെ നായ്ക്കൾക്ക് സമമായി പോലും കാണുന്നില്ല. എല്ലാവരും ഇത് കാണുന്നുണ്ട്, പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ.
കുറേ നേരം കഴിഞ്ഞ് പീറ്ററിനെ ലീഡർ അഴിച്ചുവിടുന്നു. വെറുത്തുപോയ പീറ്റർ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അബ്രഹാം ലിങ്കൺ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടും നമ്മളെ ഇവർ ഇപ്പോഴും അടിമകളാക്കി വെച്ചിരിക്കുവല്ലേ, ഇത് ശരിയല്ലെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇനിയും അടിമയായിരിക്കാൻ പാടില്ല, എതിർത്ത് പോരാടണമെന്ന് ഇവർക്കുള്ളിൽ സംസാരിക്കാൻ തുടങ്ങി. എന്നാലും അടുത്ത ദിവസം അവരവരുടെ ജോലി അവരവർ നോക്കിക്കൊണ്ടിരിക്കവേ പെട്ടെന്ന് ഒരു അടിമ മരിച്ചു വീഴുന്നു. ആ ബോഡി പീറ്ററിനെ കൊണ്ട് തൂക്കിപ്പിച്ച് കൊണ്ടുവരികയാണ്. ഓൾറെഡി ഒരു കുഴി ജോലി ചെയ്യാൻ സാധിക്കില്ലാത്ത അടിമകളെ കൊന്നിടാനായി കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പീറ്റർ തൂക്കിക്കൊണ്ടുവന്ന ബോഡിയും ഇടുന്നു. ഇവൻ അത് ചെയ്യുന്നതിനിടയിൽ ഒരു വെള്ളക്കാരൻ ഗണ്ണെടുത്ത് പീറ്ററിനെ കൊല്ലാൻ നോക്കുന്നു. ഇത് മനസ്സിലാക്കിയ പീറ്റർ അവൻ്റെ കയ്യിൽ ഇരുന്ന മൺവെട്ടിയെടുത്ത് തിരിച്ചടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് എല്ലാവരും ഓടാൻ തുടങ്ങി. ഉടനെ വെള്ളക്കാരെല്ലാവരും കയ്യിലുള്ള ഗണ്ണ് കൊണ്ട് ഓടുന്നവരെ ഓരോരുത്തരായി ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇങ്ങനെ പീറ്റർ ഉൾപ്പെടെ 4 പേർ രക്ഷപ്പെടുന്നു. എല്ലാവരും കാടിനുള്ളിലേക്കാണ് ഓടുന്നത്. വെള്ളക്കാര് അവരുടെ ഡോഗിനെ അഴിച്ചുവിട്ട് രക്ഷപ്പെടുന്നവരെ തിരഞ്ഞിറങ്ങി. ഇപ്പോൾ പീറ്ററും ഫ്രണ്ട്സും രക്ഷപ്പെട്ട് ഒരു കുളത്തിനടുത്തേക്ക് എത്തുവാണ്. പീറ്ററും കൂടെ 2 പേരും കുളം ചാടി കടന്നെങ്കിലും കുളത്തിൽ കിടന്ന മുതലയെ കണ്ട് പേടിച്ച് വേറൊരുത്തൻ അവിടെ തന്നെ ചാടാതെ നിൽക്കുവാണ്. ഇപ്പോൾ അവിടേക്ക് വന്ന വെള്ളക്കാരൻ്റെ പട്ടികൾ അവനെ കടിച്ചു കീറാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും അവിടേക്ക് ലീഡേഴ്സ് വരുന്നു. ലീഡർ വന്നിട്ട് അടിമയെ നീ രക്ഷപ്പെട്ടു പൊക്കോളൂ എന്ന് പറയുന്നു. അവന് വേറെ വഴിയില്ല, കുളം ചാടി തന്നെ പോകേണ്ടി വരും. പക്ഷേ നദി കടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചയാളെ ലീഡർ കുളത്തിൽ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അയാളുടെ ബോഡി അവിടെ കിടന്ന മുതല കടിച്ചു കഴിക്കുന്നത് നമുക്ക് കാണാം. ഇതെല്ലാം ദൂരെ നിന്ന് കണ്ട പീറ്ററും ബാക്കി 2 പേരും ഒന്നായിട്ട് പോയാൽ എല്ലാവരും ഒരുമിച്ച് കുടുങ്ങും. അതുകൊണ്ട് 3 പേരും 3 റൂട്ടിലായിട്ട് പോകാമെന്ന് പറയുന്നു. പക്ഷേ വെള്ളക്കാരുടെ ഡോഗ് അവരുടെ അടുത്ത് നിന്നുള്ള മണത്തെ വെച്ച് അടിമകൾ ഏത് റൂട്ട് വഴിയാണ് പോയതെന്ന് കണ്ടുപിടിക്കാണ്. എങ്ങനെയും പീറ്റർ ഇപ്പോൾ ഒരു വെള്ളക്കാരൻ്റെ വീട്ടിലെത്തി. അവിടെ ഇരുന്ന വെള്ളക്കാരൻ്റെ മകൾ അവനെ കണ്ട് സൗണ്ട് വെച്ചതും ലീഡർ സൗണ്ട് കേട്ട് സ്ഥലത്തേക്ക് പോകുന്നു. രക്ഷപ്പെട്ടവരിൽ ഒരാൾ അവിടെയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുകൂടാതെ പീറ്ററിൻ്റെ കാലിൽ ഭയങ്കരമായിട്ട് മുറിവ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ കാല് രക്തം പോവാതിരിക്കാനായി നല്ല ഇറുക്കി തുണി കൊണ്ട് കെട്ടിവെച്ചിട്ട് അടുത്തുള്ള കുളത്തിൽ ചാടി ഒളിച്ചിരിക്കുന്നു. ഡോഗുമായി വന്ന ലീഡർ കുളത്തിലെ മുതലേ കണ്ടിട്ട് അവിടെ ഉണ്ടാവില്ല എന്ന് കരുതി അവിടെ നിന്നും പോകുന്നു. ലീഡർ പോയതിനു ശേഷം പീറ്റർ വെളിയിൽ വരാൻ നോക്കിയെങ്കിലും കുളത്തിലുണ്ടായിരുന്ന മുതല പീറ്ററിനെ വലിച്ചു കുളത്തിലിട്ട് കടിക്കാൻ ശ്രമിച്ചതും പീറ്റർ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് മുതലയെ കുത്തിക്കൊന്നതിനു ശേഷം രക്ഷപ്പെട്ട് കുളത്തിൽ നിന്ന് പുറത്തു വരുന്നു. മുതലയുടെ കടി ഒരുപാട് കൊണ്ട് വയറ് വരെ കീറിപ്പോയി. അതുകൊണ്ട് കത്തി വെച്ച് മുറിവ് ശരിയാക്കാൻ നോക്കുന്നു. ഇതേ സമയം ലീഡർ സെയിം അതേ കുളത്തിൽ വന്ന് അവിടെ ബോഡിയായി കിടക്കുന്ന മുതലയെ കണ്ടിട്ട് രക്ഷപ്പെട്ടു പോയവരിൽ ഒരാൾ ഇവിടെയുണ്ട് എന്ന് കണ്ടെത്തുന്നു. കൂടാതെ അവിടെ ഡെഡ് ബോഡിയായി കിടന്ന മുതലയെ എടുത്തു കൊണ്ടുവന്ന് ചുട്ട് കഴിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അന്ന് നൈറ്റ് കാട്ടിൽ തന്നെ വെച്ച് മുതലയെ കഴിക്കുന്നതിനിടയ്ക്ക് ലീഡർ ഇങ്ങനെ പറയുന്നു, ഈ കറുത്തവരെ നമ്മൾ അടിമയാക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ അവർക്ക് അടിമയാകുമെന്ന്. അടുത്ത ദിവസം രാവിലെ പീറ്ററിനെ കാണിക്കുവാണ്. കാടിനുള്ളിൽ എവിടെയോ പോകണമെന്ന് തന്നെ അറിയാതെ നടക്കുന്നു. അറ്റ്ലീസ്റ്റ് ഡോഗിൻ്റെ കയ്യിൽ നിന്നെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതി ചെളി വാരി ശരീരത്തിൽ തേക്കാണ്. അങ്ങനെ കുറച്ചു ദൂരം പോയതും കാടിനുള്ളിലുള്ള മരവീട് കാണുന്നു. അവിടെ കയറി നിന്ന് വെള്ളം കുടിച്ചിട്ട് കത്തി ചൂടാക്കി മുറിഞ്ഞ ഇടങ്ങളിൽ ചൂട് വെക്കുന്നു. പാവം വേദന കൊണ്ട് അലറാൻ പോലും സാധിക്കാതെ കടിച്ചമർത്തുവാണ്. എന്നിട്ട് അടുത്തുള്ള മരത്തിൽ കയറി തേനീച്ചകളെ വിരട്ടിവിട്ട് തേനെടുത്ത് മുറിവിലൊക്കെ പുരട്ടുന്നു. ബട്ട് ഇത് ലീഡർ കണ്ടുപിടിച്ച് അവൻ്റെ പുറകെ പോവാണ്. ഇപ്പോൾ പീറ്ററും വള്ളം റെഡിയാക്കി കുളത്തിൽ നിന്ന് അക്കരെ എത്തുന്നു. ഇതേ സമയം പീറ്ററിൻ്റെ വില്ലേജിൽ ഒരു വെള്ളക്കാരൻ വരുന്നുണ്ട്. വന്നിട്ട് പീറ്ററിൻ്റെ വൈഫിനോട് പുതിയ സ്ഥലത്തേക്ക് ജോലിക്ക് പോകണം, അതിനായി നീ വരണമെന്ന് പറയുന്നു. വന്നില്ലെങ്കിൽ നിന്റെ മകളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞതും ഇപ്പോൾ വൈഫിന് വേറെ വഴിയില്ല, ഫാമിലിയെ വിട്ടിട്ട് പോകേണ്ടി വരുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതേ സമയം ലീഡർ മരവീട് ക്രോസ് ചെയ്ത് പീറ്റർ വള്ളത്തിലാണ് പോയതെന്ന് കണ്ടുപിടിച്ച് അവൻ്റെ പുറകെ പോവാണ്. പീറ്റർ കരയിലെത്തിയതും അവിടെ അവൻ്റെ കൂടെ രക്ഷപ്പെട്ടു വന്ന അടിമ പേടിച്ചിരിപ്പുണ്ടായിരുന്നു. എങ്ങനെയും അവനെ ആശ്വസിപ്പിച്ച് അവൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഗണ്ണുണ്ട്, അത് കയ്യിൽ വെച്ച് ലീഡർ വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. ലീഡറിൻ്റെ ഡോഗിൻ്റെ സൗണ്ട് കേട്ടതും ഇവർ 2 പേരും മരത്തിൻ്റെ ഇടയിൽ പോയി ഒളിക്കുന്നു. പീറ്റർ ഒരു പൊന്ത് കിട്ടിയതും അതിനുള്ളിലേക്ക് പോയി ഇരിക്കുകയാണ്. മറ്റാർക്കും അവൻ ഇരിക്കുന്ന സ്ഥലം കാണാൻ പറ്റില്ല. പക്ഷെ മറ്റേയാൾ വേഗം ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നിന്നതും ബട്ട് അത് എങ്ങനെയോ ലീഡർ മനസ്സിലാക്കി. സോ പീറ്ററിൻ്റെ ഫ്രണ്ട് കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് പേടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ലീഡർ ഷൂട്ട് ചെയ്ത് അവനെ താഴെ തള്ളിയിട്ടാണ്.
താഴെ വീണിട്ടും അവരുടെ ദേഷ്യം തീരാത്തതിനാൽ വെള്ളക്കാർ അയാളുടെ തല തനിയെ മുറിച്ചെടുക്കുന്നു. ഇതെല്ലാം പീറ്റർ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. പാവം വളരെ കഷ്ടപ്പെടുവാണ്. വെള്ളക്കാർ തല മാത്രം എടുത്തുകൊണ്ടുപോയി. കുറേ നേരം കഴിഞ്ഞ് പീറ്റർ വെളിയിൽ വന്നതും മഴ നന്നായി പെയ്യുന്നുണ്ട്. ഇതേ സമയം ഗ്രാമത്തിലെ പീറ്ററിൻ്റെ വൈഫ് അവളുടെ മോളോട്, നാളെ ഞാൻ പുതിയ ഇടത്തേക്ക് ജോലിക്ക് പോവേണ്ടി വരും. ഇത് കേട്ടതും ആ കുട്ടി, അച്ഛനുമില്ല അമ്മയുമില്ല, ഞങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അതിന് പീറ്ററിൻ്റെ വൈഫ്, എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയം ഓടുന്ന മെഷീനിൽ കൈവച്ചാൽ കൈ ഒടിയും. അങ്ങനെ ചെയ്താൽ നമ്മളെ അവർ കൊണ്ടുപോകില്ല. സോ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നു. അങ്ങനെ പ്ലാനിങ് പോലെ രണ്ടുപേരും തങ്ങളുടെ കൈ ഫാക്ടറി മെഷീനിനുള്ളിൽ വെച്ചതും കൈ ഒടിയാണ്. സോ അത് കാരണം അവരെ പുതിയ ജോലിക്ക് കൊണ്ടുപോകില്ല. പ്ലാനിങ് നന്നായി നടന്നു. അന്ന് രാത്രി അപ്പോഴും കാടിനുള്ളിൽ ചുറ്റിത്തിരിഞ്ഞ പീറ്റർ ആ വെള്ളക്കാരൻ്റെ വീട് വിട്ടു പോയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. കറുത്ത വർഗ്ഗക്കാർ സ്വാതന്ത്ര്യത്തിനായി പോരാട്ടം നടത്തുകയാണ്. ആ വീട് തന്നെ കത്തിക്കൊണ്ടിരിക്കുന്നു. പീറ്റർ വീടിനുള്ളിൽ കയറി അവിടെ നിന്ന് ഫുഡ് ഐറ്റംസ് എടുത്ത് കഴിക്കുന്നു. വീടിനുള്ളിൽ ഓൾറെഡി ഉണ്ടായിരുന്ന വെള്ളക്കാരെല്ലാം പോയി. അകത്ത് ആരുമില്ലെന്ന് വിചാരിച്ചെങ്കിലും അങ്ങനെയല്ല. ഓൾറെഡി ഒരു കുട്ടി അടിമ ജീവന് വേണ്ടി നിലവിളിക്കുന്നത് കേട്ട് പീറ്റർ അങ്ങോട്ടേക്ക് പോയി ആ കുട്ടിയെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്നു. ബട്ട് അവിടെ ഇരുന്ന ഒരാൾ വന്നിട്ട്, ആരാണ് നീയാണോ തീയിട്ടതെന്ന് ചോദിക്കുന്നു. അവനെ ഗൺ പോയിന്റ് ചെയ്ത് നിർത്തുവാണ്. എന്നാൽ പീറ്റർ ഈ കുട്ടിക്ക് ജീവനുണ്ട്, എങ്ങനെയും രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അതിന് വെള്ളക്കാരൻ, അത് ജീവിച്ചാൽ എന്താ മരിച്ചാൽ എന്താ, ഇങ്ങനെ പറയുന്നു. ഇപ്പോൾ ആ കുട്ടിയും അവിടെ മരിച്ചു പോകുന്നു. വെള്ളക്കാരൻ പറഞ്ഞതിൽ ദേഷ്യം വന്ന പീറ്റർ വെള്ളക്കാരനെ അടിച്ചു വീഴ്ത്തി അവൻ്റെ കയ്യിൽ ഇരുന്ന ഗണ്ണെടുത്ത് വെള്ളക്കാരനെയും കൊന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ തടുക്കാമെന്ന ഡോഗിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാണ്. എങ്ങനെയോ അവൻ വീണ്ടും ഓടി ഓടി പിറ്റേ ദിവസം നേരം വെളുക്കണവരെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ആ വില്ലേജ് വിട്ട് പുറത്തെത്തി. പോകുന്ന വഴിയിലൊക്കെ നിറയെ പേർ മരിച്ചു കിടപ്പുണ്ട്. ഇവിടെയും അടി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ദൂരത്ത് നിന്ന് വരെ ഷൂട്ടിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതേസമയം പീറ്ററിനെ ഫോളോ ചെയ്ത് വന്ന ലീഡർ കുതിരപ്പുറത്ത് അവിടെ എത്തി. പീറ്ററിനെയും അടിച്ച് നിലത്തിടുന്നു. വീണ്ടും വീണ്ടും അടിച്ചു കൊണ്ടേയിരിക്കാണ്. പീറ്ററിനെ ഡോഗ് എന്ന് വിളിച്ചാണ് അടിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പീറ്ററിന്റെ തലയിൽ ലീഡർ ഷൂട്ട് ചെയ്യാനായി ഗൺ വെച്ചതും ദൂരെ നിന്നും ലീഡറിനെ ആരോ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അപ്പോൾ പീറ്റർ, ഞാൻ അടിമയല്ലെന്ന് ലീഡറിനെ നോക്കി പറയുന്നുണ്ട്. ഇപ്പോൾ ഇവനെ രക്ഷിച്ചത് ആരെന്നാൽ അടിമകളെ സ്വാതന്ത്ര്യരാക്കാൻ വേണ്ടി പോരാടുന്ന ഒരു കൂട്ടം സംഘമാണ്. ഇവർ ആർമി ഓഫീസേഴ്സാണ്. വെള്ളക്കാർക്ക് അടിമകളായിരിക്കുന്ന ബ്ലാക്ക് പീപ്പിൾസിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മിലിറ്ററി ഫോഴ്സാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവരെ കണ്ടതും പീറ്റർ ഒന്നും സംസാരിക്കാൻ പറ്റാതെ മയങ്ങി വീഴുന്നു. ഇവന് ബോധം വരുമ്പോൾ ഇപ്പോൾ അവൻ മെഡിക്കൽ ക്യാമ്പിലാണ്. അവിടെ അവനെപ്പോലെ നിറയെ അടിമകളെ രക്ഷിച്ച് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അവരൊക്കെ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ നഴ്സ് വന്ന് റെസ്റ്റ് എടുക്കാൻ പീറ്ററിനോട് പറഞ്ഞെങ്കിലും അതിന് പീറ്റർ, ഇല്ല, എനിക്ക് സംഭവിച്ചത് ചീഫിനോട് പറയണമെന്ന് പറയുന്നു. വേഗം പോയി ക്യാമ്പ് ലീഡറിനെയും കാണുന്നു. പ്രശ്നങ്ങളെല്ലാം അവന് നടന്നതെല്ലാം വിവരിക്കുന്നു. ആക്ച്വലി ഇവരെ പോലുള്ള അടിമകൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാനാണ് ആ മിലിറ്ററി പാടുപെടുന്നത്. ഇതിന് ആ ക്യാമ്പ് ലീഡർ പീറ്ററിനോട് ചോദിക്കുന്നു, ഇപ്പോൾ നീ ഫ്രീ ആണ്, അതുകൊണ്ട് ആർമിക്ക് ആൾബലങ്ങൾ കുറവായതുകൊണ്ട് പോരാട്ടത്തിന് കൂടെ വരാമോ എന്ന് ചോദിക്കുന്നു. നമ്മൾ തന്നെ നമുക്ക് വേണ്ടി പോരാടണമെന്ന് അവനുള്ളത് കൊണ്ട് വേറെ വഴിയില്ല. സോ അവനും ഓക്കെ എന്ന് പറയാണ്. അപ്പോൾ അവൻ പുറത്തു വരുമ്പോൾ അവൻ്റെ കൂടെ രക്ഷപ്പെട്ട വേറൊരുത്തൻ അവിടെ ട്രീറ്റ്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. പീറ്ററിന് അവനെ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ ഒരു മിലിറ്ററി ഓഫീസർ പീറ്ററിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, നിനക്ക് നടന്ന അക്രമങ്ങൾ ഈ ലോകം അറിയണമെങ്കിൽ നീ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണമെന്ന്. അവനും ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കുന്നു. അവൻ്റെ മുതുക കാണിക്കുകയാണ്. എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. ഓരോ നേരവും വെള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ എടുത്ത ഈ ഫോട്ടോ ആണ് ആ ഒരു ടൈമിൽ നമ്പർ 1 ഫോട്ടോ ആയി ന്യൂസ് പേപ്പറിൽ വന്നത്. ഇപ്പോൾ പീറ്റർ അവൻ്റെ ആർമി ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ട്രെയിനിങ്ങും എടുക്കുന്നുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞതും വീണ്ടും അടുത്തടുത്ത യുദ്ധം തുടർന്നു കൊണ്ടേയിരിക്കുന്നു. എല്ലാത്തിലും പങ്കെടുക്കുവാണ്. ഇപ്പോൾ ഒരു യുദ്ധത്തിന് പോകവേ അവിടെ നിറയെ ബ്ലാക്ക് പീപ്പിൾസ് മുറിവോടുകൂടി നിൽക്കുന്നത് കാണുന്നു. അവിടെയുള്ള വെള്ളക്കാരുമായി പോരാട്ടം തുടർന്ന് നടക്കവേ പീറ്ററിൻ്റെ ലീഡറും ആ യുദ്ധത്തിനിടയിൽ മരണപ്പെടുന്നു. ഇപ്പോൾ പീറ്റർ തന്നെ ഈ ടീമിനെ ലീഡ് ചെയ്യണം. ക്യാമ്പ് ലീഡറിനെ കൊന്ന ദേഷ്യത്തിൽ അവിടെയുള്ള വെള്ളക്കാരെ ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്ത് ഭയമില്ലാതെ എല്ലാവരും കൊല്ലുന്നു. പീറ്ററും പീറ്ററുടെ കൂടെ ഉണ്ടായിരുന്നവരും ആ യുദ്ധത്തിൽ ജയിക്കുകയാണ്. ബാക്കി ഉണ്ടായിരുന്ന വെള്ളക്കാരെയും ഷൂട്ട് ചെയ്ത് കൊന്ന ശേഷം പീറ്റർ സ്റ്റാർട്ടിങ്ങിൽ വൈഫിൻ്റെ കൂടെയിരുന്ന വില്ലേജിലേക്ക് പോകുന്നു. അവിടെ ലീഡ് ചെയ്യുന്നവരെയൊക്കെ കൊന്ന് അടിമകളെ രക്ഷിക്കുന്നു.
അവിടെയുള്ള ഗ്രാമത്തിലെ ആൾക്കാർ രക്ഷപ്പെട്ടു വന്ന അടിമകളെ കണ്ട് സന്തോഷിക്കുമ്പോൾ പീറ്ററും തൻ്റെ ഫാമിലി അവിടെ തിരയുകയാണ്. ബട്ട് അവർ വീട്ടിലില്ല. എല്ലാവരും എവിടെ പോയെന്ന് നോക്കുമ്പോൾ പീറ്ററിൻ്റെ ഫാമിലി കൂട്ടത്തിനിടയിൽ വെച്ച് പീറ്ററിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരും ഒന്ന് ചേരുന്നു. എന്തൊക്കെ പറഞ്ഞാലും പ്രസിഡന്റ് ഒരു ഉത്തരവിറക്കിയാൽ അത് കറക്റ്റായി ചെയ്യേണ്ടത് അധികാരികളുടെ കടമയാണ്. എത്രയൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നിട്ടും രക്ഷപ്പെടുമെന്നുള്ള അവൻ്റെ ഉറച്ച വിശ്വാസമാണ് അവനെ എല്ലായിടത്തു നിന്നും രക്ഷിച്ചത്. ഇതുപോലെ നല്ലൊരു പടത്തിൽ വീണ്ടും കാണാം.